വീണ്ടും ആഗോളതലത്തിൽ നാണം കെട്ട് തലകുനിയുകയാണ് പാകിസ്ഥാൻ. സാമ്പത്തികമായി കടക്കെണിയിൽ നിൽക്കുമ്പോൾ പോലും ആഡംബരപൂർവമായ ഭരണമായിരുന്നു പാകിസ്ഥാൻ കാഴ്ചവെച്ചത്. അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നടന്ന US-ഇറാൻ ചർച്ചയിൽ പോലും കോടികൾ മുടക്കിക്കൊണ്ട് ഒരു ഹോട്ടലിൽ വെച്ച് ആ ഒരു ചർച്ച നടത്തിയത്. അതായത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്നും പാകിസ്ഥാന്റെ നാശത്തിലേക്ക് പാത തെളിക്കുന്നു എന്നതിന് ഏറ്റവും വലിയൊരു തെളിവായി തന്നെയാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാനിൽ വെച്ച് ഇറാൻ US മധ്യസ്ഥതയിൽ ചർച്ചകൾ നടന്നത്. അതുമാത്രമല്ല, ഏറ്റവും ആഡംബരമായ ഹോട്ടലിൽ വെച്ച് ഈ ഒരു ചർച്ച നടത്തിയതാണ് ഇപ്പോൾ പാകിസ്ഥാന് തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. ഒരു ദിവസത്തേക്ക് തന്നെ കോടികൾ വില വരുന്ന ഹോട്ടലിൽ വെച്ച് പാകിസ്ഥാൻ ആകട്ടെ വലിയ രീതിയിലുള്ള ഒരു ചർച്ച അത് നടത്തുകയും അതാകട്ടെ ഇത്തരം വലിയൊരു കാര്യത്തിലേക്ക് അവരെ തള്ളിവിടുകയും, അതായത് കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയും ചെയ്ത ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പാകിസ്ഥാനെ വീണ്ടും കടക്കെണിയിലേക്ക് തള്ളിവിടുകയാണ് എന്ന പരിഹാസം പോലും സോഷ്യൽ മീഡിയയിലടക്കം ഉയർന്നു കേൾക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥരായി ഇടപെട്ടത് ആ ഒരു ലോക ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിച്ചതാണ് എങ്കിൽ പോലും അതിപ്പോൾ പാകിസ്ഥാന് തന്നെ വലിയ തിരിച്ചടിയായി തന്നെ മാറിയിരിക്കുകയാണ്. US-ഇറാൻ ചർച്ച നടന്ന പഞ്ചനക്ഷത്ര ഹോട്ടലിലെ ബില്ല് പോലും അടയ്ക്കാൻ പാകിസ്ഥാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നതാണ് റിപ്പോർട്ട്. അവിടുത്തെ ഹോട്ടൽ ഉടമ പോലും വലിയ രീതിയിൽ പാകിസ്ഥാൻ സർക്കാരിന്മേൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തിയതായും തന്നെ ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നതാണ് ഈ ഒരു സംഭവം, വലിയ രീതിയിൽ ഉയർത്തുന്നതാണ് ഈ ഒരു സംഭവം എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നതും. ഇസ്ലാമാബാദിലെ പഞ്ചനക്ഷത്ര ഹോട്ടലായ സെറീന ഹോട്ടലിൽ വെച്ചായിരുന്നു ഇറാൻ പ്രതിനിധികളും US പ്രതിനിധികളും തമ്മിൽ സമാധാന ചർച്ച നടന്നത്. എന്നാൽ ചർച്ച കഴിഞ്ഞതിന് ശേഷം പഞ്ചനക്ഷത്ര ഹോട്ടലിലെ ബില്ല് പാകിസ്ഥാൻ സർക്കാർ അടച്ചില്ല എന്നതാണ് ഇപ്പോൾ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഹോട്ടൽ ഉടമ ഇടപെട്ട് ബില്ല് അടയ്ക്കാൻ സർക്കാരിനെ നിർബന്ധിക്കുന്ന തരത്തിലേക്ക് സ്ഥിതി വഷളായി തന്നെ ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുകയാണ്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ചൂടേറിയ ചർച്ചകൾക്കും ഈ സംഭവം വഴിവെച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. സുപ്രധാനമായ ഈ അന്താരാഷ്ട്ര ചർച്ചകൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ അതിൽ പോലും വീഴ്ച സംഭവിച്ചത് ഒരു രാജ്യത്തിന്റെ പരാജയമായി തന്നെ കണക്കാക്കുന്നു എന്നതാണ് മറ്റ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും. ഏപ്രിൽ 10, 12 തീയതികളിലാണ് ഇസ്ലാമാബാദിൽ വെച്ച് ഇറാൻ ഉദ്യോഗസ്ഥരെയും US പ്രതിനിധികളെയും തമ്മിലുള്ള ചർച്ചകൾ നടന്നത്. അതീവ സുരക്ഷയിലായിരുന്നു കൂടിക്കാഴ്ച. എന്നാൽ അവിടെ കരാർ വ്യവസ്ഥകളിൽ സമവായം ഉണ്ടാക്കാത്തതിനെ തുടർന്നുകൊണ്ട് ചർച്ച അലസി പോവുകയാണ് ചെയ്തത്. എന്നാൽ ഇനി വരും ദിവസങ്ങളിൽ രണ്ടാം ഘട്ട ചർച്ച ഉണ്ടാകുമെന്ന വിവരങ്ങളടക്കം സൂചിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.